ഒരു ചെറിയ വീട്ടിൽ ജീവിച്ചിരുന്ന ഫാത്തിമയ്ക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. പലരും പറഞ്ഞു, പെൺകുട്ടികൾക്ക് ബിസിനസ്സൊക്കെ ബുദ്ധിമുട്ടാണ്. സേഫായ ഒരു ജോലി നോക്കൂ, ഇത് നിനക്ക് പറ്റില്ല. പക്ഷേ ഫാത്തിമയുടെ മനസ്സിൽ ഒരു പേര് മാത്രമുണ്ടായിരുന്നു, ഫത്തോറിയ. അതൊരു ബ്രാൻഡ് മാത്രമല്ല, അവളുടെ സ്വപ്നം, അവളുടെ പരിശ്രമം, അവളുടെ ആത്മവിശ്വാസം ആയിരുന്നു. ആദ്യ ദിവസം പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ ഓർഡറൊന്നും വന്നില്ല. 2-ാം ദിവസം, 3-ാം ദിവസം, ഒരാഴ്ച, ഒന്നും സ്റ്റിൽ ഒരു ഓർഡേഴ്സും വന്നില്ല. ചിലപ്പോൾ അവൾ കരയുമായിരുന്നു. ചിലപ്പോൾ അവൾ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ അവൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി, വിജയം ഒരു ദിവസം കൊണ്ടുവരില്ല. കൺസിസ്റ്റൻസിയാണ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. അവൾ ദിവസവും പുതിയ ഐഡിയാസ് പഠിച്ചു, ബെറ്റർ ഫോട്ടോസ് എടുത്തു, കസ്റ്റമറിനോട് സ്നേഹത്തോട് സംസാരിച്ചു, നെഗറ്റീവ് കമൻസ് വന്നപ്പോഴും സ്മൈൽ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു ഓർഡർ വന്നു, പിന്നെ 2, പിന്നെ 10, പിന്നെ 100. ഇന്ന് ഫത്തോറിയ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് ക്വാളിറ്റിയും ട്രസ്റ്റുമാണ്. ഒരു കാലത്ത് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് അവളോട് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇത്ര വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്? അവളൊരു സ്മൈൽ കൊണ്ട് മറുപടി പറഞ്ഞു, ഡ്രീം ചെറുതായിരുന്നില്ല, ഞാൻ നിർത്തിയില്ല. മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ സാഹചര്യങ്ങൾ നിന്റെ ഭാവി തീരുമാനിക്കില്ല. നിന്റെ കൺസിസ്റ്റൻസിയും സെൽഫ് ബിലീവുമാണ് നിന്റെ വിജയം തീരുമാനിക്കുന്നത്. താങ്ക് യു.